ക്ലിക്ക് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അഗുംബയിലെ യാത്രകൾ അവസാനിച്ചിട്ടില്ല, അഗുംബയിലെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അഗുംബയിൽ നിന്ന് ജസ്റ്റ് ഒരു 100-150 മീറ്റർ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പഴയ കോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതൊരു സത്രമാണ്, വലിയൊരു കോട്ടയൊന്നുമല്ല, പൊളിഞ്ഞ് വീണിട്ടുള്ള പഴയ ഒരു സത്രമാണ് കേട്ടോ. ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു ഇടത്താവളമായിട്ട് അവർക്ക് താമസിക്കാനൊക്കെ ഉള്ള ഒരു സത്രം. AD 1906. ഒരു നടുമുറ്റാണ്. ഇവിടെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാവാനാണ് സാധ്യത. ഈ സത്രത്തിൻ്റെ 4 ഭാഗവും ഇങ്ങനൊരു പാസേജാണുള്ളത്. ആകെ പുല്ല് നിറഞ്ഞ് കിടക്കുകയാണ്. എവിടെ പോയാലും ഇങ്ങനെയുള്ള കുറച്ച് സംഗതികൾ കാണും. അപ്പോൾ നമ്മൾ മലയാളികളോട് പറയാനുള്ളത്, സഞ്ചാരികളോട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾക്ക് നമ്മൾ മുഖേന നമ്മളാൽ യാതൊരു തരത്തിലുള്ള പരിക്കും പറ്റാതെ ആ സ്ഥലത്തെ സൂക്ഷിക്കാനും അത് കണ്ട് ആസ്വദിക്കാനും ഒക്കെ ആയിരിക്കണം നമ്മൾ വരേണ്ടത്. സൂക്ഷിക്കുക. ഇനിയിപ്പോൾ വേസ്റ്റിൻ്റെ കാര്യത്തിലായാലും മറ്റെന്തിൻ്റെ കാര്യത്തിലായാലും അത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരുപാട് ഹോം സ്റ്റേകളുണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഹോം സ്റ്റേകളാണ്, ചെറിയ ചെറിയ നാച്ചുറൽ ഹോം സ്റ്റേകളായിട്ട് കൊടുക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അഗുംബയിലെ ഈ ഒരു സത്രം എന്ന് പറയുന്നത്, ഇത് അഗുംബയിലെ ഒരു വ്യാപാര ഹബ്ബായിരുന്നു. ഇവിടെ ഈ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അഗുംബയിലൂടെ മാംഗ്ലൂരിൽ നിന്നും മറ്റുമൊക്കെ വന്നിരുന്ന ചരക്കുകൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഒരു സ്ഥലം. പക്ഷേ കാലക്രമേണ അതിൻ്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുകയും ഇപ്പോൾ ഇത് പൊളിഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റിയിട്ടുള്ള നല്ല മനോഹരമായിട്ടൊരു സ്ഥലമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അഗുംബയിൽ ഏറ്റവും കൃഷി ചെയ്യുന്നത് അടക്ക അതുപോലെയുള്ള സംഗതികളാണ്. അതൊക്കെ ഇവിടുന്ന് ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും കയറ്റി അയച്ചിരുന്നു എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സത്രത്തെക്കുറിച്ച് മറ്റു ചിലർ പറയുന്നത്, ഈ വഴി കടന്നു പോയിരുന്ന സന്യാസിമാർക്ക് അവർക്കൊരു ഇടത്താവളമായിട്ട് അവർക്ക് കിടന്നുറങ്ങാനും അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ ഒരു കെട്ടിടം ഉണ്ടായിരുന്നത് എന്നാണ് വേറെ കുറേ ആളുകൾ പറയുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ സാധനമാണ്. കാരണം ഫോട്ടോ ഇഷ്ടപ്പെടുന്ന ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. അഗുംബയിൽ വന്നാൽ നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്യരുത് ഈ ഒരു സ്ഥലം. സുഹൃത്തുക്കളെ, ഇതിൻ്റെ പേര് ദീവാനപൂർണ്ണ സത്ര എന്നാണ്. 1906 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാലത്ത് വളരെ പ്രൗഢിയോടുകൂടി നിന്നിരുന്ന ഒരു സ്ഥലമാണ്. താമസിക്കാൻ, അതുപോലെ തന്നെ അവരുടെ ചരക്കുകൾ സൂക്ഷിക്കാൻ എല്ലാത്തിനും പറ്റിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. പക്ഷേ അന്ന് നല്ല മനോഹരിയായിട്ട് നിന്നിരുന്ന ഒരു കെട്ടിടമായിരുന്നു. പക്ഷേ ഇന്ന് ഇത് ഇല്ല, ഇതിങ്ങനെ ഒളിഞ്ഞ് വീണ് നിൽക്കുകയാണ്. നമുക്കൊക്കെ ഫോട്ടോ എടുക്കാനും കാണാനും മാത്രമായിട്ടുള്ളൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള ഒരു കിണറാണ്. ഈ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നല്ല വെള്ളമുണ്ട് കേട്ടോ. ഫുള്ള് കരിങ്കല്ലാണ്. അതിൻ്റെ സൈഡിലൊക്കെ പടുത്തിട്ടുള്ളത് കരിങ്കല്ല് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ മണ്ണും കല്ലൊക്കെ ആയിരിക്കും, ഇവിടെ കരിങ്കല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രാമത്തിലെ ആളുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കിണറാണ് ഇതിൻ്റെ സത്രത്തിൻ്റെ മുന്നിൽ. അപ്പോൾ അന്നത്തെ കാലത്ത് ഇവിടെ ആളുകൾ വന്ന സമയത്ത്
അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ കിണർ തന്നെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇവിടെ വലിയൊരു മൈതാനിയാണ്. വരുന്ന ആളുകൾക്കൊക്കെ അവരുടെ കാളവണ്ടിയിലൊക്കെ ആയിരിക്കും അന്നൊക്കെ വന്നിട്ടുണ്ടാവുക. ആ സമയത്ത് ഇവിടെ കംപ്ലീറ്റ് ഇവിടെ ഒരു നല്ലൊരു ഹബ്ബായിട്ട് ഒരു വലിയ ഒരു കച്ചവട കേന്ദ്രമായിട്ട് മാറിയ സ്ഥലമാണ് ഈ അഗുംബയിലെ ഈ ദീവാനപൂർണ്ണ എന്ന് പറയുന്ന ഈ സത്രം. പിന്നെ ഇവിടെ ഈ ഒരു ക്ഷേത്രമുണ്ട്, ഇവിടെ ഒരു ആൽത്തറയുണ്ട്. ഈ ആൽത്തറയിൽ പ്രത്യേക തരത്തിലുള്ള പൂജകളും, എനിക്ക് തോന്നുന്നത് നാഗത്തറയാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു പൂജ നടത്തുന്ന സ്ഥലമാണ്. ഇവിടെ നാഗത്തറയാണ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരി മാഷേ, ഇതൊന്ന് കാണിച്ചു കൊടുക്കും. ഇതാണ് ആ ക്ഷേത്രം. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട്, ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഇവിടെയും അവരുടെ ഒരു പൂജ ഒക്കെ നടക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ പ്രത്യേക തരത്തിലുള്ള പൂജകൾ നടക്കാറുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അഗുംബയിലെ ഈ വ്യാപാര ഹബ്ബിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഒരു ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഞാൻ അഗുംബയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, എനിക്ക് ഇനി എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ഇവിടുത്തെ ഈ അഗുംബെ ഈ ചുറ്റുഭാഗിലുള്ള സ്ഥലങ്ങളിലൊന്നും നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുന്നില്ല. ഇവിടെയൊക്കെ ഉള്ളതൊക്കെ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലുകളാണ് ഇവിടെ ഉള്ളതൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വ്യാപാര ഹബ്ബുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അഗുംബയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അഗുംബയിൽ നിന്ന് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.